ഹായ്. മഴ പെയ്തില്ലേ ഇപ്പം മഴ തോരാനുള്ള കാത്തിരിപ്പാണ് കേട്ടോ. തോർന്ന് നിന്നത് വാപ്പാക്ക് ചായയായിട്ട് താഴോട്ട് പോയതാണ്. തിരിച്ച് കയറാൻ നോക്കിയപ്പോൾ പിന്നും പെരുമഴ. പിന്നെ അതും തോർന്നതിന് ശേഷമാണ് വീട്ടിലോട്ട് വന്നത്. എന്നിട്ട് ഇത്തിരി കുറുമക്കറി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടി ഗ്രീൻ പീസും കുറച്ച് ബീൻസും ക്യാരറ്റും എല്ലാം കൂടെ തട്ടി അടുപ്പിലോട്ടാക്കിയിട്ടുണ്ട്. ഇനി കാപ്പിക്ക് മാവ് കുഴയ്ക്കാം. അയ്യോ വേണ്ട, ഞാനേ കുഴയ്ക്കും. നീ കുഴയ്ക്കാൻ നിനക്ക് അറിഞ്ഞൂടാ. പൂരിക്ക് മാവ് കുഴയ്ക്കാനുള്ള അടിയാണ് കേട്ടോ, ഞാനും എൻ്റെ അമ്മയും കൂടെ. അവസാനം ഞാൻ കുഴച്ചിട്ട് ഒരു ഉരുള അവന് കൊടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അതോടുകൂടി അവൻ സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ കുഴച്ച് നനച്ചെടുത്ത മാവിൽ ഇതാ ഇടിയോട് ഇടി കൊടുത്ത് നല്ല പരുവപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഒരു ഉരുള അവനും കൊടുത്തിട്ടുണ്ട് കളിക്കാനായിട്ടേ. അങ്ങനെ അവൻ്റെ ഉരുളയാണ് കേട്ടോ ഇത് ഈ എടുത്ത് കാണിക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ഗ്രീൻ പീസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിനെല്ലാം ഇറക്കി വെച്ചിട്ട് നമുക്ക് കറി അടുപ്പത്തോട്ടാക്കാം. കടുതാളിച്ചു അടുത്തത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇടുക, നല്ലോണം വശക്കുക. അതിലോട്ട് നമ്മുടെ സവാള എടുത്ത് തട്ടുക, ഉപ്പിട്ട് കൊടുക്കുക, നല്ലോണം വശക്കി നല്ല വഴണ്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് അല്പം ഗരം മസാലപ്പൊടി, നമ്മുടെ മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു കളറാവും. എനിക്ക് ഈ കളർ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന, കാരണം പകുതി വേവേ ഉള്ളൂ നമ്മുടെ ഗ്രീൻ പീസിനും ക്യാരറ്റിനും ഒക്കെ, അതിനെ എടുത്ത് തട്ടി കൊടുക്കുക. തേങ്ങയ്ക്കൊക്കെ ഭയങ്കര വിലയായതുകൊണ്ട് തന്നെ തേങ്ങാപ്പാൽ ഞാൻ എടുക്കുന്നില്ല, പകരം ഒരു ശകലം തേങ്ങ അങ്ങോട്ട് അരച്ചങ്ങോട്ട് വീത്തിയിട്ടാണ്. അതിനുശേഷം ബാക്കി എല്ലാവർക്കും പൂരിയും എനിക്ക് ചപ്പാത്തിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നമ്മളെല്ലാവരും കഴിച്ചിട്ട് വരാം. നിങ്ങളും കഴിച്ചിട്ട് വരൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.